ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ സ്വർഗ്ഗസ്ഥ ഞങ്ങളുടെ നല്ല പിതാവേ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിലേക്ക് ഞങ്ങളെ കടന്നു വരുന്ന കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഇടപെടണമേ കർത്താവ്. കേൾക്കപ്പെടുന്ന വചനങ്ങൾ കൃത്യമായിട്ട് ഗ്രഹിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കൂടെ നിൽക്കണമേ. അടിയനെ ബലപ്പെടുത്തണമേ. ആത്മാവിന്റെ ശക്തിയോടും ബലത്തോടും കൂടെ വചനം സംസാരിപ്പാൻ അടിയനെയും ബലപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നാം ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് റോമാലേഖനം 1-ാം അധ്യായം പഠിച്ചുകൊണ്ട് വരികയാണല്ലോ. 1-ാമത്തെ അധ്യായം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച് അവസാനിപ്പിച്ച്. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, അതിൽ നിന്ന് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടോ? പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കില്ല എങ്കിൽ പിന്നീട് സംശയം ഉണ്ടാകുമ്പോൾ അത് പേഴ്സണലായിട്ട് ചോദിക്കാവുന്നതാണ്. ഹല്ലേലൂയ. രണ്ട് രീതിയിൽ സംശയങ്ങളുണ്ടാവും. ഒന്ന്, എല്ലാം മനസ്സിലായെങ്കിൽ സംശയം ഉണ്ടാകത്തില്ല. ഒന്നും മനസ്സിലായില്ലെങ്കിൽ സംശയം സംശയം ഉണ്ടാകത്തില്ല. എല്ലാം മനസ്സിലായാലും സംശയം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ഈ 1-ാമത്തെ അധ്യായത്തില് അധാർമികരായിട്ടുള്ള ദുഷ്ടരായ മനുഷ്യരോട് ദൈവം എങ്ങനെയാണ് ഇടപെടുന്നത്, അവരെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം ന്യായം വിധിക്കുന്നത്, അവരെന്തുകൊണ്ടാണ് ദൈവത്തിന്റെ കോപത്തിന്റെ കീഴിലായിരിക്കുന്നത് എന്നാണ് ആ 18 മുതലുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ വിവരിക്കുന്നത്. എന്നിട്ട് അവരെ കുറിച്ച് പറയുക, അവരോടുള്ള ദൈവത്തിന്റെ കോപം എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് അവരെ ദൈവം അശുദ്ധിയിൽ ഏൽപ്പിച്ചു, അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു, നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായോ എന്ന് എനിക്ക്. എന്താ ഈ നികൃഷ്ട ബുദ്ധി? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചോദ്യം ചോദിക്കുക അങ്ങോട്ട്. വാട്ട് ഡു യു മീൻ ബൈ റിപ്രൊബേറ്റഡ് മൈൻഡ് അല്ലെങ്കിൽ ഡിപ്രൈവ്ഡ് മൈൻഡ്? നികൃഷ്ട ബുദ്ധി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നികൃഷ്ട ബുദ്ധി ചിന്തിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ മലയാളത്തിൽ ആ വാക്ക് കേട്ടാൽ തോന്നുന്നു ഇത് ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത വേറെ എന്തൊക്കെയോ ആൾക്കാർക്കുള്ള ഒരു സാധനമാണ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഈ നികൃഷ്ട ബുദ്ധി എന്ന് വെച്ചാൽ എ മൈൻഡ് ദാറ്റ് cannot take right judgments, right decision. A mind that cannot take a right judgment or right decisions. കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത ഒരു മനസ്സ്. ഹല്ലേലൂയ. ശരിക്കും ഇവരെ കുറിച്ച് ദൈവം അപ്പോസ്തലൻ ഇങ്ങനെ പറയാനുള്ള കാരണം, ഇവര് പാപത്തെ സ്നേഹിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിലൂടെ ദൈവത്തിന്റെ സത്യത്തെ വ്യാജമാക്കി നടന്നു പോകുന്ന ജനമാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. റൈറ്റ് ജഡ്ജ്മെന്റ്സ്, റൈറ്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. അവരെ ഭരിക്കുന്നത് ശാഠ്യമായിരിക്കും. അവര് പലപ്പോഴും ഞങ്ങൾ പറയുന്നത് ആ ശരിയെന്നാ പറയുന്നത്. പക്ഷെ നിങ്ങൾ സുവിശേഷം ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ഇതൊക്കെ ശരിയാണെന്നറിയാം, ഇതെല്ലാം കറക്റ്റ് ആണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അവരുടെ ഉള്ളങ്ങളിൽ വ്യാപരിക്കുന്ന, വചനപ്രകാരം പറഞ്ഞാല് ഒരു മൂടുപടം, ഇവരോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ ഇവരുടെ ശാഠ്യം അല്ലെങ്കിൽ ഹൃദയ കാഠിന്യം. അതുകൊണ്ട് ഇവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ എത്ര സത്യം പറഞ്ഞാലും അവർക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എന്റെ പ്രിയരെ, ലൈഫ് ഈസ് മെയ്ഡ് അപ്പ് ഓൺ ഡിസിഷൻസ്. പ്രത്യേകിച്ച് ക്രിസ്തീയ ജീവിതം തീരുമാനങ്ങളാൽ ബിൽഡപ്പ് ചെയ്ത് വരുന്നതാണ്. ലൈഫ് ഈസ് മെയ്ഡ് അപ്പ് ഓൺ ഡിസിഷൻ. നിങ്ങൾ തിരിച്ചു നോക്കിയാൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതുകൊണ്ടല്ലേ ജീവിതം മുൻപോട്ട് പോകുന്നത്. ലൈഫ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിസിഷൻസ്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ റിപ്രൊബേറ്റഡ് മൈൻഡ്, നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിക്കപ്പെട്ടവരുടെ പ്രശ്നം, അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ദൈവസഭയോട് പറയുമ്പോൾ, എഫെസോസിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് അല്ലേ? നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് ഈ സത്യങ്ങളെ തിരിച്ചറിയാൻ സാധിക്കണം. അപ്പോ നമ്മള് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ഇവരുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കണം. ഇത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കണം.
അതുകൊണ്ടല്ലേ പ്രിയരെ കർത്താവ് പറയുന്നത്, ഞാൻ ഇതിനെ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ കർത്താവ് നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇവിടെ വന്നിപ്പോൾ കർത്താവിന്റെ ആ കാൽവരി യാഗത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ കർത്താവിന്റെ സഭയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ നമുക്ക് ദൈവത്തെ സ്തുതിപ്പാനായിട്ട്, ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ സ്തുതിപ്പാനായിട്ട് സാധിക്കുന്നു. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ടാ. ഹല്ലേലൂയ. ഇത് അവർക്ക് തീരുമാനിച്ച് മനസ്സിലാക്കി അവരുടെ വിവേകത്തിൽ അവരുടെ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എളുപ്പമല്ലേ? അങ്ങനെയാണ് എല്ലാ ജ്ഞാനികൾക്കും ഇത് മനസ്സിലായനെയായിരുന്നല്ലോ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഭവനത്തിൽ ആദ്യം എൻ്റെ മാതാപിതാക്കന്മാരോട് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. കുറെ കൂടെ ഞാന് വചനത്തിൽ മച്യൂർ ആയപ്പോൾ എനിക്ക് മനസ്സിലായി പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. ഇവർക്ക് ദൈവം വെളിപ്പെടുത്തിക്കൊള്ളു. പിന്നീട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ദൈവം ഇവരുടെ ഹൃദയ ദൃഷ്ടിയെ ഒന്ന് പ്രകാശിപ്പിക്കണമേ, ഇവരുടെ ഹൃദയത്തെ ഒന്ന് തുറക്കണമേ, ഇവരുടെ ഉള്ളങ്ങളിൽ കിടക്കുന്ന മൂടുപടം മാറണമേ. മൂടുപടം മാറാതെ ഇത് വെളിവായി വരില്ല. ഹല്ലേലൂയ. അപ്പോ ഈ വ്യക്തികളോട് പറയുക, നിങ്ങൾ ഇവരെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ, നികൃഷ്ട ബുദ്ധി എന്നുള്ളത് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റാതെ പോയാലുള്ള ഇവരുടെ അവസ്ഥയെ അപ്പസ്തോലൻ വിവരിച്ചിരിക്കുകയാണ്. അതിന്റെ 29 മുതൽ 31 വരെയുള്ള 32 വരെയുള്ള വാക്യങ്ങൾ ഞാനതൊന്ന് വായിക്കാം. അവർ സകല അനീതിയും, ആരാ? നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിക്കപ്പെട്ടവർ, അപമാനം രാഗങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടവർ, അശുദ്ധിയിൽ ഏൽപ്പിക്കപ്പെട്ടവർ, ഇവരെന്താ ചെയ്യുന്നത്? അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, ദൂഷകന്മാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ. ഇവിടെ നിങ്ങൾ നോക്കിയാല് 20ഓളം പാപത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. 20ഓളം പാപമുണ്ട്. നിങ്ങൾ മലയാളം വേദപുസ്തകത്തില് 20 എണ്ണവും ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ 24 പാപങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ അവസ്ഥ, ഇവരെന്തിലേക്കായി പോകും, അല്ലെങ്കിൽ ഇവരുടെ ആ ലോസ്റ്റ്നെസ്, നഷ്ടപ്പെട്ട അവസ്ഥ. ഹല്ലേലൂയ. നമ്മളും ചിന്തിച്ചോണേ, ദൈവമേ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ പോയാല്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു പാപത്തിൽ ജീവിച്ച് അല്ലെങ്കിൽ തുടരുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ആ തീരുമാനത്തെ എടുത്തു മാറാൻ പറ്റാത്തത്? നമ്മളൊരു പാപത്തിന്റെ മുഖത്ത് വന്ന് നിൽക്കുമ്പോൾ, ഒരു പാപമുഖത്ത് നിൽക്കുമ്പോൾ, എന്നെ കാണുന്ന എന്റെ പിതാവ്, എന്നെ ദൂഷണം പറയാനായിട്ടുള്ള പിശാചിന്റെ ഒപ്പം ഉണ്ടെന്നുള്ള ബോധ്യം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ തീരുമാനം എടുത്ത് അതിൽ നിന്ന് മാറണം. ഹല്ലേലൂയ. യോസേഫ് തീരുമാനം എടുത്തത് കൊണ്ടാ തന്റെ ഉപായം ഉപേക്ഷിച്ച് പോകാനായിട്ട് ശ്രമിച്ചത്. എന്റെ പ്രിയരെ, അവിടെ നിന്ന് നമ്മൾ അതിനെ ജയിക്കാനായിട്ട് നോക്കരുത്. കാരണം നമുക്ക് ശക്തിയില്ല. അത്രയ്ക്ക് നമ്മൾ വീക്കാണ്. അതിനെ എതിരെ നിന്ന് ജയിക്കാനായിട്ട് നോക്കരുത്, അതിനെ വിട്ടുകൊടുക. ഹല്ലേലൂയ. ഇവിടെ ഏകദേശം 20ഓളം പാപത്തെ കുറിച്ച് നിങ്ങൾ ഇതിനകത്തൊരു പാപം കിട്ടും. നിങ്ങൾ അത് ശ്രദ്ധിച്ചു നിൽക്കുക. പുതുദോഷം സങ്കല്പിക്കുന്നവർ. അതെന്ത് പാപമാ? പുതുദോഷം സങ്കല്പിക്കുന്നവർ. നമ്മള് നാട്ടിലെ മലയാളത്തിലെ ന്യൂസ് പേപ്പറൊക്കെ വായിച്ചാല് ഇങ്ങനെയൊക്കെ പാപം ചെയ്യാവോ? അവര് റിസർച്ച് ചെയ്യുക ഇതെങ്ങനെയാ അടുത്ത. നിങ്ങൾ അറിയിക്കാനോ, ഒരു കുറെ വർഷങ്ങൾക്ക് 3-4 വർഷങ്ങൾക്ക് മുമ്പ് കൂടത്തായി എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊരു സ്ത്രീ കുറെ പേരെ കൊന്നിട്ട് ഓർക്കുന്നുണ്ടോ?
നമുക്ക് നമ്മുടെ ഡിസ്റ്റന്റ് തോട്ടിൽ പോലും കാണത്തില്ല ഇതെങ്ങനെ ഈ സ്ത്രീ ഇതൊക്കെ ചെയ്തു എന്നുള്ളത്. ഇറ്റ് ഈസ് പോസിബിൾ. എങ്ങനെ പുതിയ പാപം ചെയ്യാന്ന് റിസർച്ച് ചെയ്ത് അതോടെ ഇങ്ങനെ പുതുദോഷം സങ്കല്പിക്കുന്നവർ. ഹല്ലേലൂയ. നല്ല പ്ലീസിങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കില്ല ഇന്ന്, കാരണം മുഴുവനും പാപത്തെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നു. ഇതിപ്പോ ഒരു ലിസ്റ്റ്, അടുത്തൊരു ലിസ്റ്റ് നമ്മുടെ കർത്താവ് പറയുന്ന ഒരു ലിസ്റ്റ്. കാരണം ഇത് നമ്മൾ ഇത് ഡീൽ ചെയ്തേ പറ്റുള്ളൂ. ഇതാ നമുക്ക് പ്രശ്നം അല്ലേ? നമ്മുടെ പോവർട്ടിയൊക്കെ വലിയ പ്രശ്നമാണോ? എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ പോവർട്ടി അല്ലെങ്കിൽ നമ്മുടെ ദാരിദ്ര്യം അല്ലെങ്കിൽ അതൊന്നും വലിയ പ്രശ്നം നമ്മൾ ആരോടും പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമുക്ക് ദൈവവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, നമുക്ക് കർത്താവുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം പാപമാണ്. നമ്മുടെ ഉള്ളങ്ങളിൽ വ്യാപരിക്കുന്ന, നമ്മളെ മുറുകെ പിടിച്ചിരിക്കുന്ന പാപമാണ്, ഉപേക്ഷിക്കാൻ താല്പര്യമില്ലാത്ത പാപമാണ്. നമ്മൾ അതിന് എക്സ്ക്യൂസസ് കണ്ടോണ്ടിരിക്കുക. എക്സ്ക്യൂസ്. നമ്മൾ ഏത് പാപത്തിനാ വചനം വെച്ച് എക്സ്ക്യൂസ് കാണും, വചനം വെച്ച് കാണും എക്സ്ക്യൂസ്. ചില പാപങ്ങളുടെയൊക്കെ എക്സ്ക്യൂസ് നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് ചകഞ്ഞോണ്ട് വരും. അത് മുറുകെ പറ്റിയിരിക്കുക നമുക്ക്. ഹല്ലേലൂയ. ഞാൻ വേറൊരു ലിസ്റ്റ് മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം. നിങ്ങൾ എല്ലാവരും ആ രാജപുസ്തകം തുറക്കണേ. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് ഉറക്കെ വായിക്കാമോ? ആഹാ. അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും അവർ. ഇവിടെ കർത്താവ് പറയുന്നത് അകത്തുനിന്ന് അല്ലെ, അത് ഹൃദയത്തിൽ നിന്ന് വരുന്നത് ആക്ഷനിലേക്ക് വരുന്നില്ല. ആക്ഷനിലേക്ക് പിന്നെയാ വരുന്നത്. അത് ആക്ഷൻ ആവുന്നത് പിന്നെയാ. ഇതൊരു തുടക്കം ഹൃദയത്തിലാ, മനസ്സിൽ നമ്മൾ ചിന്തിച്ചുണ്ടാക്കുക അല്ലെ. തുടക്കം ഹൃദയത്തിൽ തന്നെയാ, അത് ആക്ഷനിലേക്ക് വരുന്നില്ല. എന്നിട്ട് കർത്താവ് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് വരുന്നതാ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. കർത്താവ് കൈ കഴുകിയിട്ട് ആഹാരം കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ അതൊന്നും ഒരു കാര്യമില്ല. ഇന്ന് നമ്മുടെ സഭകളിലും അതൊക്കെ ഇല്ലേ പ്രശ്നം? അതങ്ങനെ ചെയ്തു അല്ലെ, ഇതിങ്ങനെ ചെയ്തു, അവനെ കണ്ടം ചെയ്ത് കളയണം, അവനെ മാറ്റിക്കളയണം. എനിക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ലിജോ ബ്രദർ ഒരു കാര്യം പറഞ്ഞു. ഒരു ചർച്ചിൽ ഇങ്ങനെ ഒരാളെ കർത്തൃമേശയിൽ നിന്ന് വിലക്കി. അപ്പം ആ ചർച്ചിന് കുറച്ചു നാളത്തേക്ക് കർത്തൃമേശ വരലെന്ന് ആ സഹോദരനോട് പറഞ്ഞു. അപ്പൊ അത് വലിയ ഇഷ്യൂ ആയി. അപ്പം ആ ചർച്ചിന്റെ ഫ്രണ്ടിൽ ഇരുന്ന ഒരു അപ്പച്ചൻ പറയും, ഞാൻ കർത്തൃമേശ എടുത്തിട്ട് 5 മാസമായി, ആർക്കും ഒരു പ്രശ്നവും ഇല്ല. ഞാൻ കർത്തൃമേശ എടുത്തിട്ട് 5 മാസം, ആരും ചോദിക്കുന്നുമില്ല, പറയുന്നുമില്ല. അടുത്തൊരു ലിസ്റ്റ് ഞാൻ പറയാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം. അടുത്തൊരു ലിസ്റ്റ് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ, അത് ജഡത്തിന്റെ പ്രവർത്തികൾ എന്ന് പറയും. ജഡത്തിന്റെ പ്രവൃത്തി 19 മുതൽ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. വളരെ വളരെ കൃത്യമായിട്ടാ അപ്പസ്തലൻ പറയുന്നത്. ഈ വക പ്രവർത്തിക്കുന്നവരൊന്നും ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. പ്രവർത്തിക്കുക എന്നുള്ളത് എന്താണെന്നുള്ളത് അടുത്ത ആഴ്ച നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുക ഇല്ല എന്ന് അപ്പസ്തോലൻ പറയുമ്പോൾ, പ്രവർത്തിക്കുക എന്നതുകൊണ്ട് എന്താണ് അപ്പസ്തോലൻ വ്യക്തമാക്കുന്നുള്ളത് റോമ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദൈവം അനുസരിച്ച് അടുത്ത ആഴ്ച അതിനെക്കുറിച്ച് ചിന്തിക്കാം. നമുക്ക് അതിനുള്ള സമയമില്ലല്ലോ. നിങ്ങൾ എഴുതിയെടുക്കുന്നവർക്കോട് ഞാൻ അടുത്തൊരു ലിസ്റ്റോട് പറയാം. കുറെ ലിസ്റ്റ് ഇതെല്ലാണ്ട് നമ്മൾ തപ്പി കൂട്ടിയെടുത്താല്
ഈ 1 തിമോത്തി 1-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഫസ്റ്റ് തിമോത്തി വായിക്കണ്ട, ഞാൻ അതൊന്ന് റെഫറൻസ് പറഞ്ഞത്. ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 1 9 to 10, സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 3 1 to 5. സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 3 1 to 5. ഒരു വാക്യം നമുക്ക് വായിക്കാം. റെവലേഷൻസ് 21-ാം അധ്യായം, വെളിപ്പാട് 21-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമായുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയത്രേ. അത് രണ്ടാമത്തെ മരണം. പഴയ നിയമം മുതൽ ഈ വേദപുസ്തകത്തിന്റെ അവസാനത്തെ, വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിൽ പോലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. പാപത്തിന്റെ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് പറയുകയാണ്, ഇവരെല്ലാം, ഈ വക ചെയ്യുന്നവരെല്ലാം അവർ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം മരണത്തിലേക്കാണ്, നിത്യ മരണത്തിലേക്കാണ്. എന്റെ പ്രിയരെ, നരകം അതും നിത്യതയാണ്. ജീവൻ നിത്യ സ്വർഗം അല്ലെങ്കിൽ നമുക്ക് വെച്ചിരിക്കുന്ന ജീവൻ നിത്യമായതുപോലെ നരകവും നിത്യതയാണ്. ഹല്ലേലൂയ. അപ്പൊ ചില മരണ അടക്ക സമയത്ത് പറയുന്നത് ആ സഹോദരൻ നിത്യതയിൽ ചേർക്കപ്പെട്ടു. അത് കറക്റ്റാ, നിത്യതയിൽ ചേർക്കപ്പെട്ടു. പക്ഷെ ഏത് നിത്യതയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കണം. നിത്യ ജീവനിലേക്കാണോ നിത്യ മരണത്തിലേക്ക്? രണ്ടും നിത്യതയാണ്. നിത്യതയിൽ ചേർക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇവിടെ വേദപുസ്തകം അവസാനിക്കുമ്പോഴും പറയുക, ഈ വക പ്രവർത്തിക്കുന്നവർ ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയത്രേ. അത് രണ്ടാമത്തെ മരണം. ഹല്ലേലൂയ. എത്രത്തോളം പാപം നമ്മുടെ നിത്യജീവന് തടസ്സമാണെന്ന് നമ്മുടെ കർത്താവും പഴയ നിയമ വിശുദ്ധന്മാരും അപ്പസ്തോലന്മാരും വ്യക്തമായി പഠിപ്പിക്കുക. എല്ലാ സഭകൾക്കും ലേഖനം എഴുതുമ്പോൾ അപ്പസ്തോലൻ പാപത്തെക്കുറിച്ച് ഡീല് ചെയ്ത് തന്നെയാണ് പറയുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് നമുക്ക് ഇതത്ര വലിയ കാര്യമൊന്നുമല്ല. ഇന്ന് നമുക്ക് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഹല്ലേലൂയ. ഞാൻ ഏകദേശം ഇപ്പൊ ഒരു 3-4 റെഫറൻസ് പറഞ്ഞില്ലേ? ഗലാത്യ ലേഖനം, തിമോത്തി, ഫസ്റ്റ് തിമോത്തി, സെക്കൻഡ് തിമോത്തി, റോമൻസ്, റെവലേഷൻസ്, ഇതെല്ലാം കൂടെ എടുത്താൽ നമുക്ക് ഏകദേശം മനസ്സിലാവും എന്താ പാപം എന്നുള്ളത്. അല്ലെ, എന്താണ് പാപം? കാരണം ഒറ്റ വാക്കുകൊണ്ട് പാപത്തെ നിർവചിക്കാൻ പറ്റത്തില്ല. ബൈബിൾ ഏകദേശം 20 പദങ്ങൾ ഉപയോഗിച്ചാണ് പാപത്തെ നിർവചിക്കുന്നത്. ഈ 20ഉം നമ്മൾ റോമാലേഖനത്തിൽ കാണുന്നുണ്ട്. 8 എബ്രായ ഭാഷയിലും 12 ഗ്രീക്ക് ഭാഷയിലും, 8 പഴയ നിയമത്തിലും 12 പുതിയ നിയമത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പാപം എന്തെന്നുള്ളതിന് അനേക വേദഭാഗങ്ങളുണ്ട്. ഒരു ഭാഗം മാത്രം ഒന്ന് വായിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുക. 1 യോഹന്നാൻ 3-ാം അധ്യായം 4-ാം വാക്യം. 1 യോഹന്നാൻ, ഫസ്റ്റ് ജോൺ 3-ാം അധ്യായം 4-ാം വാക്യം. ഓക്കെ, 3-ാം അധ്യായം. പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മവും ചെയ്യുന്നു. അതിന്റെ ഇംഗ്ലീഷിൽ whosoever committeth sin transgresseth also the law. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു. അതായത് നിയമത്തിന്റെ ലംഘനമാണ് പാപം. ലോലെസ്നെസ് ആണ് പാപം, നിയമലംഘനം. എന്റെ പ്രിയരെ, നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേർത്ത് നാം നിയമബന്ധിതമായി ജീവിക്കണമെന്ന കർത്താവിന്റെ ആഗ്രഹം. നാം നിയമബന്ധിതമായിട്ട് ജീവിക്കണം. 1947 നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി. ബ്രിട്ടീഷിന്റെ ഭരണത്തിൽ നിന്ന് അതിന്റെ അർത്ഥം പിന്നെ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി പിന്നെ നിയമമൊന്നും ഇല്ലാത്തവരാണെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയല്ല. നമ്മളെ ന്യായപ്രമാണത്തിന്റെ അതിൽ നിന്ന് നമ്മളെ ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് കൃപയിലാക്കി ദൈവത്തിന്റെ സ്നേഹത്തിലാക്കി വെച്ചപ്പോൾ ഇനി നമുക്ക് നിയമമൊന്നും ഇല്ല. അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അതാ പറഞ്ഞു, നിയമമൊന്നും ഇല്ല എന്നുള്ളതല്ല. അതിനൊരു നല്ല ഉദാഹരണം പറഞ്ഞു തരാം. 2 നായ്ക്കൾ, ഒരു വീട്ടിൽ 2 നായ്ക്കളുണ്ട്. ഒരു നായിനെ അതിന്റെ കഴുത്തേൽ ഒരു തൊടലൊക്കെ ഇട്ട് അതിനെ പൂട്ടി ഇങ്ങനെ ഇട്ടേക്കുക. അതിങ്ങനെ ആൾക്കാർ വരുമ്പോ
കുരയ്ക്കും. അതിനെ അതിന്റെ യജമാനൻ അതിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കുക. അതിന്റെ അലീഷൽ ഇങ്ങനെ പിടിച്ച് കൺട്രോൾ ചെയ്തിരിക്കുക. ചരടെ പിടിച്ച് കൺട്രോൾ ചെയ്താണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഈ നായ വിട്ടു കഴിഞ്ഞാൽ എല്ലാവരെയും കടിക്കുകയും ചെയ്യും. അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അതിനെ ഒരു ചരട് ഉപയോഗിച്ച് അതിനെ കൺട്രോൾ ചെയ്യിക്കുക, അല്ലെങ്കിൽ അതിന്റെ ആ തൊടൽ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്തിരിക്കുക. അല്ലാത്ത നായ്ക്കളുണ്ട് നമ്മുടെ വീട്ടിൽ. എൻ്റെ വീട്ടിൽ ഒരു നായ ഉണ്ടായിരുന്നു. അതിൻ്റെ കഴുത്തിൽ ചരടൊന്നുമില്ല. അത് പെരയ്ക്കകത്ത് വരും, പുറത്തു പോകും, പുറത്തിറങ്ങും. പക്ഷെ അതിനറിയാം എവിടെ വരെ എനിക്ക് പോകാം. അതിനറിയാം അതിന്റെ യജമാനൻ എന്താണ് അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനറിയാം എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം, എപ്പോൾ ചെയ്യണം. അതിനറിയാം അവിടെ പോകരുത്, അവിടെ പോകാം. അങ്ങനത്തെ നായ്ക്കളെ കണ്ടിട്ടില്ലേ? അതിനൊരു തൊടലുമില്ല, അതിനൊരു പ്രശ്നമില്ല. അത് ഫ്രീയാ, അത് വളരെ ഫ്രീയാ. ഹല്ലേലൂയ. അത് ആ യജമാനനുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് അതുണ്ടാവുന്നത്. ഇതേപോലെ ഒരു യജമാനനുമായിട്ടുള്ള, കാരണം ആ നായ്ക്കറിയാം യജമാനന്റെ ഉള്ളെന്താണ്, യജമാനൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. അതെങ്ങനെയാ ഉണ്ടായത്? അത് ആ റിലേഷൻഷിപ്പിൽ നിന്നുണ്ടായതാ. അങ്ങനെയെങ്കിൽ നമുക്കും കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ കർത്താവിന്റെ ഹൃദയത്തെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. കർത്താവ് എന്താ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? അതൊരു നിയമം എഴുതി വെച്ചത് കൊണ്ടല്ല. ആദാമിന് ദൈവം നിയമം എഴുതി കൊടുത്തായിരുന്നോ? He knew the will of God. His will was revealed. ദൈവം തന്റെ ഹൃദയത്തെ ആദാമിന് വെളിപ്പെടുത്തി കൊടുത്തു. അവര് ആ ഒരു ക്ലോസ് റിലേഷൻഷിപ്പിലായിരുന്നു പാപം ചെയ്യുന്നത് വരെ. അപ്പൊ ദൈവം തന്റെ ആ ഹൃദയത്തെ ആദാമിന് വെളിപ്പെടുത്തി കൊടുത്തു. ഇതേ ഒരു വെളിപ്പാടാ രക്ഷിക്കപ്പെട്ട നമുക്കും ഉണ്ടാവേണ്ടത്. എങ്ങനെ ഉണ്ടാവുക? ദൈവവുമായിട്ടുള്ള ക്ലോസ് റിലേഷൻഷിപ്പിലൂടെയാ, വചനവുമായിട്ടുള്ള ക്ലോസ് റിലേഷൻഷിപ്പിലൂടെയാ. നമ്മളെ മക്കളെ സ്നേഹിക്കുന്നത്, മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് ഇന്ത്യൻ നിയമഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ടാണോ? അങ്ങനെയല്ല. ഹല്ലേലൂയ. അത് ആ ബന്ധത്തിൽ നിന്നുണ്ടാവുന്നതാ. അതാണ് ആ സ്നേഹം. ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു ബന്ധമാ നമുക്ക് കർത്താവുമായിട്ട് ഉണ്ടാകേണ്ടത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ഒരു നിയമത്തിന് ബന്ധിതരായി നാം ജീവിക്കണമെന്ന കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഈ നിയമം ഇല്ലാത്ത അവസ്ഥ എന്നാണെന്നറിയാവോ? താന്താന്റെ വഴിക്ക് പോവുക, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. അങ്ങനെയല്ലേ യെശയ്യാവിന്റെ പ്രവചനം 53-ാം അധ്യായത്തിലാണ് എനിക്ക് തോന്നുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയി, ഓരോരുത്തരും താന്താന്റെ വഴിക്ക് പോയി, താന്താന്റെ വഴിക്ക് പോയി. ഹല്ലേലൂയ. അതാ നിയമമില്ലാത്തൊരവസ്ഥ. എനിക്ക് തോന്നിയത് എനിക്ക് പോകുന്നത് ഞാൻ ചെയ്യും, എനിക്ക് എന്റെ വഴി. അങ്ങനെയല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വില്ല് മനസ്സിലാകണമെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ള ദൈവത്തിന്റെ വില്ല് മനസ്സിലാകണമെങ്കിൽ വചനവുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടായിരിക്കണം. വചനത്തിലൂടെയാ ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് പൂർണ്ണമായിട്ടും. എൻ്റെ പ്രിയരെ, വചനവുമായിട്ട് ബന്ധമില്ലാതെ ദൈവത്തിന്റെ വില്ലിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഹല്ലേലൂയ. എന്ത് ദൈവം വെളിപ്പെടുത്തിയാലും വചനവുമായിട്ട് തട്ടിച്ചു നോക്കണം. വചനവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ശരിയാണോ? ആണെങ്കിൽ ദൈവം വെളിപ്പെടുത്തിയതാണ്, അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്തിയതൊന്നുമല്ല. കാരണം ഈ വചനത്തിനപ്പുറത്തൊരു വെളിപ്പാട് നമ്മൾ അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ? വചനത്തിനപ്പുറത്തെ വെളിപ്പാട്, ക്ലോസ് സർക്കിലുള്ള വെളിപ്പാട്. ഹല്ലേലൂയ. അങ്ങനെ ഒരു അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ വില്ല് അറിയണമെങ്കിൽ വചനവുമായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വചനം പഠിക്കുന്നത്. എന്താ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ. 2 തിമോത്തി 3:6 എന്താ പറയുന്നറിയോ? 2 തിമോത്തി, ഹല്ലേലൂയ, 2 തിമോത്തി 3:6 ഒന്ന് വായിക്കാവോ? നമ്മൾ നാനാ മോഹങ്ങൾക്ക് അധീനരായി പോയി എന്ന് ഒരു വാക്യമില്ലേ?
2 തീമോത്തി 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഞാൻ വായിക്കാവേ. എപ്പോഴും പഠിച്ചിട്ടും അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. വീടുകളിൽ നുഴഞ്ഞു കിടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്ക് അധീനരായി എപ്പോഴും പഠിച്ചിട്ടും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത സ്ത്രീകളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാനാമോഹങ്ങൾക്ക് അധീനരായി പോയി, ഏകാഗ്രത പോയി. നമ്മള് ഏകാഗ്രത, ക്രിസ്തു എന്ന ഏക പുരുഷന് മണവാട്ടിയാക്കപ്പെട്ടിരിക്കുന്ന നമ്മള് ആ പുരുഷനുമായിട്ട്, ക്രിസ്തു എന്ന ഏക പുരുഷനുമായിട്ടുള്ള ഏകാഗ്ര ചിന്തയിലായിരിക്കണം എപ്പോഴും. ദൈവം അതൊക്കെ ആഗ്രഹിക്കുന്നു എന്റെ പ്രിയരെ. ഹല്ലേലൂയ. ഇവിടെ ഈ റോമാലേഖനത്തിൽ ഇവർക്ക് പറ്റിയത് എന്താ? റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചത് ഇവരെ കുറിച്ച്. റോമാലേഖനത്തിൽ എന്താ അതിനെ കുറിച്ച് പറയുന്നത്? 1-ാം അധ്യായത്തിന്റെ, ഹല്ലേലൂയ, 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ അവർ ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞ് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ഹല്ലേലൂയ. തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥ, തനിക്ക് തോന്നിയതുപോലെ ഞാൻ പറയുന്നത് എനിക്ക്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോ ചിന്തിക്കും, അങ്ങനെ ഇന്നത് പാപം, ഇന്നത് അല്ലാത്തത്, ഇന്നത് ചെയ്യാം എന്നൊക്കെ ഉണ്ടോ നമുക്ക് ചോദിക്കും അല്ലേ? പിള്ളേരൊക്കെ ചോദിക്കാറുണ്ട്, സിനിമ കാണുന്നത് പാപമാണോ, അവിടെ പോകുന്നത് തെറ്റാണോ? ഇതൊന്നും ഇതിൽ തന്നെ പാപമല്ല കേട്ടോ, പക്ഷെ അത് പാപത്തിലേക്ക് നയിക്കും. അതൊന്നും അതിൽ തന്നെ പാപമല്ല. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ലിനോ ബ്രദർ, വീട് വെക്കുന്നത് പാപമാണോ? വീട് വെക്കുന്നത് പാപമല്ല, പക്ഷേ വീട് വെക്കുന്നത് പാപമാകാം. അത് ഒരു അമിത സമ്പത്തിന്റെ, ഒരു അമിതമായ ലക്ഷൂറിയസ് ആയിട്ടൊരു വീട് വെച്ച് കഴിയുമ്പോൾ അത് ദൈവമക്കൾക്ക് യോജിച്ചു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത് എവരിതിങ് ഈസ് ലോഫുൾ, എല്ലാം എവരിതിങ് ഈസ് ലോഫുൾ, ബട്ട് എല്ലാം നമുക്ക് നല്ലതല്ല, നമുക്ക് ആത്മീയ വർധനവ് വരുത്തുന്നില്ല. ആത്മീയ വർധനവ് നമുക്ക് വരുത്തുന്നില്ല. എനിക്കെല്ലാം ചെയ്യാം, പക്ഷെ എല്ലാം എനിക്ക് നന്മയ്ക്കായിട്ട്, അല്ലെങ്കിൽ എനിക്ക് ആത്മീയ വർധന വരുത്തുന്നുള്ളതാണോ? ഈ പാപത്തെ കുറിച്ച് പറയുമ്പോ അപ്പോസ്തലൻ പറയുന്നത്, നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് കിടക്കും കേട്ടോ, അപ്പൊ സമയം തീരാറായി. പാപത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ സൺഡേ സ്കൂളിലെ കുട്ടികളോട് പറയാവുന്നൊരു കാര്യമാണ്, നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും നമുക്കിതിനെ പിന്നെ ജയിക്കാം. ഒരു ഫ്രോഗ്, മക്കളെ, ഒരു ഫ്രോഗിനെ എടുത്തിട്ട് ഒരു വെസലിൽ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒരു ഫ്ലെയിമിൽ മുളി വെക്കുക, അല്ലെങ്കിൽ പച്ചവെള്ളം ആയ കാരണം തവള അതിനകത്ത് ഇങ്ങനെ സുഖമായിട്ടിരിക്കും. എന്നിട്ട് അതിന്റെ താഴെ കൂടെ ചൂടാക്കി കൊടുക്കുക. ആദ്യം വെള്ളം ചെറുതായിട്ട് ചൂടായി വരുമ്പോ തവള ഓർക്കും നോ പ്രോബ്ലം, ഇത് പിന്നെ ചാടാം. പക്ഷെ അവസാനം വെള്ളം നന്നായിട്ട് ചൂടാവും, തവളക്ക് ചാടാൻ പറ്റത്തില്ല. ഇങ്ങനെയാ പാപം. നാളെ ശരിയാക്കാം, നാളെ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി ഉപവസിച്ച് അതിനെ ജയിക്കും, നടക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ. അവന് ശക്തി ഉണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ അവൻ തന്ത്രശാലിയാന്നാ പറയുന്നത്, പാപത്തെ കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ. എല്ലാം എനിക്ക് പ്രയോജനമുള്ളതല്ല, എല്ലാം എനിക്ക് ആത്മീയ വർധനവും വരുത്തുന്നതല്ല. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, നമ്മള് ഈ അബ്രഹാമിന്റെ ജീവിതത്തിൽ നോക്കിയാല് ഞാൻ പറഞ്ഞില്ലേ, ലൈഫ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിസിഷൻസ്, തീരുമാനങ്ങളുടെ അടിസ്ഥാനമാണ്. നമ്മള് തീരുമാനങ്ങൾ ഓൺ ദ സ്പോട്ട് ക്വിക്കായിട്ട് എടുക്കുന്നത് എന്റെ പ്രിയരെ. അബ്രഹാമിനോട് പറഞ്ഞു, നീ വിട്ടുപോ, ഇവിടം വിട്ടുപോ. അബ്രഹാം അപ്പം തന്നെ തീരുമാനിച്ചു, അവിടെ കുറച്ചാൾ വന്നിട്ട് പോകുന്ന തീരുമാനിച്ചു. നമ്മളും അതുപോലെ തീരുമാനങ്ങൾ എടുക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നമുക്ക് പലപ്പോഴും ഡിസയേഴ്സ് ഉണ്ട്, പക്ഷെ ഡിറ്റർമിനേഷൻ ഇല്ല. ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ഉറച്ച തീരുമാനങ്ങളില്ല.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇത്രയും പറഞ്ഞ് ആ ഒന്നാമത്തെ അധ്യായം കൺക്ലൂഡ് ചെയ്ത് നമ്മൾ രണ്ടാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു 10 മിനിറ്റ് കൂടെ സംസാരിക്കാനുള്ള സമയമേ ഉള്ളൂ. 10 മിനിറ്റ് ഇല്ല, 5-6 മിനിറ്റേ ഉള്ളൂ. എങ്കിൽ ഞാൻ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഈ രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഒന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് കണ്ടത് അധാർമികരായിട്ടുള്ള കള്ളന്മാരും കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും അമ്മയപ്പന്മാരെ സ്നേഹിക്കാത്തവരും വാത്സല്യമില്ലാത്തവരുമായിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങളെ കുറിച്ചും അവരെ കുറിച്ച് അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ന്യായവിധി എന്താണ്, അവരെ കുറിച്ച് ദൈവത്തിന്റെ കോപം എങ്ങനെ അവരിൽ വ്യാപരിക്കുന്നു എന്നൊക്കെ നമ്മൾ അപ്പസ്തോലൻ പറഞ്ഞ് നമ്മളെ തെളിവാക്കി കഴിയുമ്പോൾ, രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1 മുതൽ 16 വരെയുള്ള ഭാഗത്ത് വളരെ ധാർമ്മിക ബോധമുള്ള ഒരു ഗ്രൂപ്പിനെ കാണിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ ഗ്രൂപ്പിനെ നമുക്കുമായിട്ട് അത്ര മാച്ചിങ് വന്നില്ല അല്ലേ? നമ്മൾ അങ്ങനെ വലിയ പക്ഷെ ഈ ഗ്രൂപ്പ് കേട്ടു നോക്കൂ. ഈ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കും, ഇത് എന്നെ കുറിച്ച് തന്നെയാ പറയുന്നത്. ഇവിടെ പറയുന്ന ഒരു ധാർമ്മിക ബോധമുള്ളൊരു മനുഷ്യനാണ്. അവര് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി, ഇവര് വിഗ്രഹങ്ങളെ ഒന്നും ഉണ്ടാക്കിയില്ല. അതായത് നല്ല നീതി ബോധമുള്ളവർ, തിരിച്ചറിവുള്ളവർ. കാരണം എല്ലാവരും കള്ളന്മാരും കൊള്ളക്കാരൊന്നും അല്ലല്ലോ. ജാതികളിലും എല്ലാവരും കള്ളന്മാരും കൊള്ളക്കാരൊന്നും അല്ല. എല്ലാവരും നല്ല നീതിബോധം, നമ്മുടെ നാട്ടിലില്ലേ, നല്ല നീതിബോധമുള്ളവർ, നല്ല ഉറച്ച നിർണയമുള്ളവർ, നന്നായി ജീവിക്കുന്നവർ. ഇവരോടുള്ള ബന്ധത്തിൽ ദൈവം എങ്ങനെയാ ഇവരെ ന്യായം വിധിക്കുന്നത്? ഇവരുടെ പ്രശ്നം എന്താ? ഇവരെന്ത് ചെയ്യേണ്ടിയെന്നോ അവരെന്ത് ചെയ്തില്ല. അതാ ഈ ഭാഗത്ത് അതിന്റെ 1 മുതൽ 16 വരെയുള്ള ഭാഗത്ത് കർത്താവ് അപ്പസ്തോലൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് 1 മുതൽ 16 വരെയുള്ള ഭാഗത്ത് ന്യായവിധിയെ കുറിച്ചാണ് പറയുന്നത്. ആ 16 വാക്യങ്ങൾ മൊത്തം നമുക്ക് ഒറ്റ ക്ലാസ്സിൽ എടുക്കാനായിട്ട് പറ്റില്ല. ഞാൻ അതൊന്ന് ഡിവൈഡ് ചെയ്ത് തന്നാലും നിങ്ങൾക്ക് അല്പം കൂടെ അത് എളുപ്പമാക്കുമേ. രണ്ടാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗത്ത് അതിന്റെ 3-ാമത്തെ വാക്യം നോക്കിയേ. നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നിனைക്കുന്നുവോ? God's judgment is inescapable. അതാ ആദ്യത്തെ 4 വാക്യങ്ങളിൽ പറയുന്നത്. ന്യായവിധി എന്നുള്ളത് ആർക്കും തെറ്റി ഒഴിയാൻ പറ്റില്ല. അതാരായാലും ഈ ഭൂമിയിൽ ജനിച്ച ഏത് വ്യക്തിയും ഇതിലൂടെ കടന്നുപോയേ പറ്റുള്ളൂ. ഹല്ലേലൂയ. അതിന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, ആർക്കും തെറ്റി ഒഴിയാൻ കഴിയാത്ത ഈ ന്യായവിധി നീതിയുള്ള ന്യായവിധിയാണ്. ഇറ്റ്സ് റൈച്ചസ് ജഡ്ജ്മെന്റ് ആണ്. ഒന്നാമത്തെ പുസ്തകം പറയുക, ഈ ന്യായവിധി ആർക്കും nobody is inescapable അല്ലെ? ആർക്കും ഇതിനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് പറയും, ഇത് നീതിയുള്ള ന്യായവിധിയാണ്. 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പറയുക, ഈ ഗാഡ്സ് ജഡ്ജ്മെന്റ് ഈസ് ഇംപാർഷ്യൽ. ഇംപാർഷ്യൽ എന്ന് വെച്ചാൽ ഇംപാർഷ്യൽ എന്നുള്ള മലയാളം എങ്ങനെയാ? പക്ഷാഭേദമില്ലാത്ത ന്യായവിധിയാ ദൈവത്തിന്റെ ന്യായവിധി. അതാ അങ്ങനെയാ 16 വാക്യങ്ങളെ നമുക്ക് ഡിവൈഡ് ചെയ്യും. 1 മുതൽ 4 വരെയും 5 മുതൽ 11 വരെയും 12 മുതൽ 16 വരെയും. അതായത് 1 മുതൽ 4 വരെ പറയുന്നത് ഗാഡ്സ് ജഡ്ജ്മെന്റ് ഈസ് ഇൻഎസ്കേപ്പബിൾ. 5 മുതൽ 11 വരെ ഉള്ളത് ഇത് നീതിയുള്ള ന്യായവിധി, റൈച്ചസ് ജഡ്ജ്മെന്റ് ആണ്. 12 മുതൽ 16 വരെ പറയുന്നത് ഇത് ഇംപാർഷ്യൽ. നമുക്ക് ആ 1 മുതൽ 4 വരെയുള്ള വാക്കുകളൊന്ന് വേഗത്തിൽ വായിക്കാം. ഒരാൾക്ക് ഉറക്കെ വായിക്കാമോ? 1 മുതൽ 4 വരെ. നിനക്ക് പ്രതിവാദം പറയാനില്ല. അന്യരെ വിധിക്കുന്നത് നീ നിന്നെ തന്നെ കുറ്റവിധിക്കുന്നു. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയും എന്ന് നിனைക്കുന്നുവോ? അല്ല, ദൈവത്തിന്റെ ദയ നിന്റെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു. അത് സെൽഫ് എക്സ്പ്ലെയിനറി അല്ലേ? അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ലേ എന്താ ഇവിടെ അപ്പസ്തോലൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ അപ്പസ്തോലൻ പറയുന്നത്,
ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാ തുറക്കുന്നല്ലേ. അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവരെ, ഒരു മനുഷ്യനെ അഡ്രസ് ചെയ്ത, അപ്പോ ഇത് ആരുമാകാം, വിധിക്കുന്ന, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവരെ, ഏത് മനുഷ്യനുമാകാം. ഹലേ, സകല ജാതികളിലുമുള്ള നല്ലവനുമാകാം. പ്രത്യേകിച്ച് ഇവിടെ സകലരെയും വിധിക്കുന്ന യഹൂദനെയും കൂടെ ചേർത്താണ് ഇവിടെ പറയുന്നത്. നമ്മൾ യഹൂദനെ കുറിച്ച് മാത്രമായിട്ട് 16 ശേഷമുള്ള വാക്യങ്ങളിൽ പഠിക്കും. പക്ഷെ ഇവിടെയും അവരെയും കൂടെ ചേർത്ത് വെച്ചാ പറയുന്നത്. കാരണം ഇവിടെ ഈ പറയുന്ന ഈ 1 മുതൽ 4 വരെ ഉള്ള ഭാഗത്ത് പറയുന്ന, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവരെ നിനക്ക് പ്രതിവാദം പറയുവാനില്ല. കഴിഞ്ഞ ഗ്രൂപ്പിനോടും അങ്ങനെയല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് പ്രതിവാദം പറയാൻ, അങ്ങനെയല്ലേ? അതിന്റെ 20ാമത്തെ വാക്യത്തിൽ അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിനു തന്നെ. നിങ്ങൾ ആ വാക്യം കണ്ടോ? 20ന്റെ അവസാന വാക്യം. ആർക്ക്? അധർമ്മികളായിട്ടുള്ള ഒരു ദുഷ്ടന്മാരായിട്ടുള്ളവർക്ക് അവർക്ക് പ്രതിവാദം, ന്യായാസനത്തിന്റെ മുൻപിൽ അവര് പുച്ഛമടച്ചു നിൽക്കും. കാരണം അവർക്കൊന്നും പറയാനുണ്ടാവില്ല. ദൈവം തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ അതിനോട് ദൈവത്തിന് അവരോട് ചെയ്ത നന്മയെ ഓർത്ത്, ദൈവം കൊടുത്ത വെളിപ്പാടിനെ ഓർത്ത് ദൈവത്തെ മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാഞ്ഞതുകൊണ്ട് അവർ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും എന്ന് അവിടെ പറഞ്ഞിട്ട് ഇവിടെയും പറയുക. അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവരെ നിങ്ങൾക്കും പ്രതിവാദം പറയുവാനില്ല. നല്ലവനെന്ന് കരുതുന്നുണ്ടോ? ഞാൻ വലിയ പാപമൊന്നും ചെയ്യാത്തവനാ. ഹല്ലേലൂയ. ഇങ്ങനെ നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ എനിക്ക് സുവിശേഷം പറഞ്ഞിട്ടുള്ള എന്റെ വീട്ടുകാരോട് തന്നെയാണ്. കാരണം വീട്ടിൽ നിന്ന് ആദ്യം തുടങ്ങുന്നുണ്ട്. അപ്പൊ എന്നോട് എപ്പോഴും പറയുന്നുണ്ട്, ഞങ്ങളുടെ അടുത്തൊരു നായരുണ്ട്, ഭയങ്കര പക്ക നല്ല വ്യക്തിയാ, മദ്യപിക്കത്തൊന്നുമില്ല, നല്ലൊരു ജായ. ഇവൻ പോയില്ലേ പിന്നെ ആരാ പോകുന്നത്? എന്നോട് എന്റെ ഫാദർ പറഞ്ഞു, ഇവരൊക്കെ പോകത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവുന്നത്. അതായത് ജാതികളിലും നല്ലവര്, ഇവരെ കുറിച്ചാ പറയുന്നത്. ഇവർക്കും പ്രതിവാദം പറയുവാനൊന്നും കാണത്തില്ല. എന്തുകൊണ്ടാ? താട്ട് വായിച്ചു നോക്കി. നിനക്ക് പ്രതിവാദം പറയുക, അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യം. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നുന്നത് ഇവരുടെ ജീവിതത്തിനേക്കാളും അല്പം കൂടെ കൺസിസ്റ്റൻസി ഈ 1-ാം അധ്യായത്തിൽ പറഞ്ഞ ആൾക്കാർക്കാണുള്ളത്. എന്തുകൊണ്ടാ? അവര് ഞങ്ങൾ നല്ലവരാന്ന് പറയുന്നില്ല, ഞങ്ങൾ ചീത്തവരാ, ഞങ്ങൾ തെറ്റ് ചെയ്യുന്നു, തെറ്റ് ചെയ്യുന്നവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. അതല്ല 32-ാം വാക്യത്തിൽ പറഞ്ഞത്. 32 എന്താ? ദൈവന്യായം അവയെ പ്രവർത്തിക്കുക, ദൈവന്യായം അവർ അറിഞ്ഞിട്ട് അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരെ പ്രസാദിക്കുകയും ചെയ്യുന്നു. അവര് പറയുന്നത് ഞങ്ങളെ തെറ്റാ, ഞങ്ങൾ പാപികളാ, ഞങ്ങൾ പാപം ചെയ്യുന്നു, പാപം ചെയ്യുന്നവരെ ഞങ്ങൾ സപ്പോർട്ടും ചെയ്യുന്നു. അവര് പറയുന്നതിലെങ്കിലും ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. പക്ഷെ ഇവരെ പിന്നെയും കൺസിസ്റ്റൻസി ഇല്ലാത്തവർ അല്ലേ? ഇവര് പറയുന്നത് എന്താ? അന്യനെ ഇവരുടെ ജീവിതവും പ്രവൃത്തിയും തമ്മിൽ ഒരു മാച്ചും ഇല്ല. ഞാനിങ്ങനെ പറയാറുണ്ട്, ഈ വേർപെട്ട സഭ, പെന്റക്കോസ്റ്റൽ എന്ന് പറയുന്ന, അപ്പൊ എന്നോട് മറ്റുള്ള ഡിനോമിനേഷൻ ഉള്ളവർ പറയും, ഞങ്ങള് വിശുദ്ധരാന്ന് പറയുന്നൊന്നുമില്ലല്ലോ, ഞങ്ങൾ എഗ്രി ചെയ്യുക, ഭാവികളെ നിങ്ങളല്ലേ വിശുദ്ധരാന്ന് പറയുന്നത്, എന്നിട്ട് ഞങ്ങളുടെ പ്രവൃത്തി എന്താ ഇങ്ങനെ? ഞങ്ങൾ ദൈവത്തിന്റെ ഭടന്മാർ, വേർപെട്ടവർ, രക്ഷിക്കപ്പെട്ടവർ. പക്ഷെ when we look at your life and your words, that doesn't match ചെയ്യുന്നില്ല. അപ്പൊ ഞങ്ങളായിരിക്കുന്ന കത്തോലിക്ക സഭ പറഞ്ഞു, ഞങ്ങളില്ലേ, ഞങ്ങൾ ഭാവികളാ, ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഞങ്ങൾ അങ്ങനെ തന്നെ. അറ്റ്ലീസ്റ്റ് അതിലെങ്കിലും അവര് മാച്ച് ആവുന്നുണ്ട്. നമ്മളോ ഞങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇവരെ കുറിച്ച് പറയുക. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തില് ഈ
ദുഷ്ടന്മാരുടെ ജീവിതത്തിൽ വലിയ പൊരുത്തക്കേടൊന്നുമില്ല, പക്ഷെ നമ്മുടെ ജീവിതത്തിലാ ഹല്ലേലൂയ. ഇവരെ കാരണം എന്താണെന്നറിയോ? അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു, വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. കാരണം മറ്റൊരുത്തൻ ചെയ്യുന്ന കുറ്റത്തെ അന്യായമായിട്ട് അല്ലെങ്കിൽ അധികമായിട്ട് അവർ വിധിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇവർ കാണാത്തപ്പോൾ എന്റെ പേഴ്സണൽ ലൈഫില് ഇരുട്ടത്ത് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുക. പറഞ്ഞു മനസ്സിലായോ? ഒരു തെറ്റ് വേറൊരു വ്യക്തിയിൽ കണ്ടാൽ ഞാൻ അതിനെ വിമർശിച്ച് അതിനെ നക്കം എന്നെ അങ്ങനെ മലയാളത്തിൽ പറയില്ലോ, അതിനെ അങ്ങോട്ട് ചൂടുന്ന, അതിനെ വല്ലാതെ അങ്ങ് ഹൈലൈറ്റ് ചെയ്തു കണ്ടമാനം വിമർശിച്ച്, എന്നിട്ട് ഇതേ കുറ്റം തന്നെ, ഇതേ പാപം തന്നെ എന്റെ ജീവിതത്തിൽ ആരും കാണാത്തപ്പോൾ ഇരുട്ടത്ത് പേഴ്സണൽ ലൈഫ് ഞാൻ ചെയ്തോണ്ടിരിക്കുക. നമ്മൾ ചിന്തിച്ചു നോക്കണം, അമ്മായി ഇത് എനിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് എന്നെയും മറയ്ക്കാം, പക്ഷെ ഹൃദയങ്ങളെയും കുറിപ്പുകളെയും അറിയുന്ന കർത്താവിനെ മറയ്ക്കാൻ പറ്റില്ല. അപ്പോസ്തലൻ നമ്മളെ പ്രബോധിപ്പിക്കുക, പറ്റില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ നമുക്ക് ഒരു കാര്യം വളരെ ആശ്വാസപ്രിയരെ, നമ്മുടെ പ്രവർത്തികളല്ല ഉള്ളുകൊണ്ട് നമ്മളെ വിധിക്കുന്ന ദൈവം. ഞാൻ ബലഹീനയാ, പലപ്പോഴും എന്റെ പ്രവൃത്തിയിൽ ഞാൻ തോറ്റുപോകുന്നു, പക്ഷെ എന്റെ ഉള്ളങ്ങളിൽ എനിക്ക് വേണ്ടെന്നുള്ളത് ആഗ്രഹം. മറ്റുള്ളവരെന്നെ വിധിക്കുക, മറ്റുള്ളവരെന്നെ വിധിച്ചു തള്ളുക, പക്ഷെ എന്റെ കുറവ്, എന്റെ ബലഹീനത അതെന്റെ കർത്താവ് അറിയുന്നുണ്ട്. പലപ്പോഴും ഞാൻ തോറ്റുപോവുക, പക്ഷെ എന്റെ ഉള്ളിലെ എന്റെ ആഗ്രഹം, എന്റെ ഉള്ളിലെ ആ ഡ്രൈവ്, എനിക്കിത് വേണ്ടെന്ന്, എന്റെ ജീവിതത്തിൽ ഇത് വേണ്ടെന്ന് ആഗ്രഹം ദൈവം ഉള്ളവരിലേക്ക് നോക്കിയാണ് വിധിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ എന്തുകൊണ്ടും പറഞ്ഞോട്ടെ. അതുകൊണ്ട് നമുക്ക്, പക്ഷെ ഇതിന്റെ അതർ സൈഡ് ഓഫ് ദ കോയിൻ, ഞാന് നന്മ പ്രവർത്തിക്കുക, പക്ഷെ എന്റെ ഉള്ളിലിരിക്കുന്നത് ഇവരെങ്ങനെ ഇത് കിട്ടരുന്നുള്ള പറഞ്ഞു മനസ്സിലായി. അപ്പൊ മനുഷ്യൻ നോക്കുമ്പോ ഇവൻ വലിയ ഭക്തൻ, പക്ഷെ ദൈവം നോക്കുമ്പോ ഐ നെവർ ന്യൂ യു. ഉള്ളങ്ങളിലേക്ക് നോക്കുമ്പോ ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. സിഗ്മണ്ട് ഫ്രോയിഡ് അവസാനിപ്പിക്കുക. സിഗ്മണ്ട് ഫ്രോയിഡ് ഇതിനെ പ്രൊജക്ഷൻ തിയറി എന്ന് പറയുന്നത്. പൗലോസ് എത്രയോ നാളെന്ന് പറഞ്ഞു പ്രൊജക്ഷൻ തിയറി. എന്താണെന്നറിയോ പ്രൊജക്ഷൻ തിയറി? നമ്മൾ നാട്ടിലെ ചർച്ചിലൊക്കെ ആയിരുന്നവർക്കറിയോ, ഒരു തെറ്റ് ആരെങ്കിലും ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അതിനെ അങ്ങോട്ട്, എനിക്ക് ഈ തെറ്റ് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഇല്ല, അങ്ങനെയുള്ള ആൾക്കാരില്ലേ? ശരിക്കും ഇവര് അവനത് ഹി ഈസ് ഇൻ ഇറ്റ്. ആ ചെയ്യുന്ന തെറ്റിൽ ഹി ഈസ് ഇൻ ഇറ്റ്. അതിനെ ഹൈഡ് ചെയ്യാനായിട്ടുള്ള പ്രൊജക്ഷൻ തിയറിയാണ്. അല്ലേ? ഞാൻ തമാശ ചോദിച്ചത് അങ്ങനെയല്ലേ? ഹല്ലേലൂയ. അത് എത്രയോ നാൾ മുമ്പ് റോമാലേഖനത്തിൽ അപ്പോസ്തലൻ എഴുതിയിരിക്കുക, അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു, വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നു. പരീക്ഷ അങ്ങനെയല്ലേ പറഞ്ഞു? അയ്യോ, ഞാൻ ഈ നിൽക്കുന്നവരെ പോലെയോ മറ്റുള്ളവരെ പോലെയോ അല്ല, ആരാ ചുങ്കക്കാരനെ പോലെയല്ല. ശരിക്കും പരീക്ഷ നിന്നുകൊണ്ട് തന്നോട് തന്നെ നാം നമ്മെ തന്നെ വിധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എങ്ങനെയാ മക്കളെ ഇവർക്ക് പ്രതിബോധമില്ലാതിരിക്കേണ്ടത്? നിനക്ക് മറ്റുള്ളവൻ ചെയ്യുന്നത് തെറ്റാണെന്നൊരു ബോധ്യമുണ്ടല്ലോ, ആ ബോധ്യം കൊണ്ട് നിന്നെ ന്യായം വിധിക്കും. കാരണം എന്താ? ഇത് നിനക്കറിയാൻ തെറ്റാണ്, പക്ഷെ നീ ഇത് തന്നെ നിന്റെ പേഴ്സണൽ ലൈഫില് ഇരുട്ടത്ത് നീതി ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു അറിവുണ്ടല്ലോ, തെറ്റാണെന്നുള്ള ഒരു അറിവ് നിനക്കുണ്ടല്ലോ. ചെയ്തവരെ ചോദിച്ചില്ല, അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുക, നിന്നെ തന്നെ നീ ന്യായവിധി കേൾപ്പിച്ചു കൊടുക്കുക. എങ്ങനെയാ? വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നു. വിധിക്കുന്നത് എന്തുകൊണ്ട്? ഐ നോ ദാറ്റ് ഇറ്റ്സ് റോങ്, ദാറ്റ്സ് വൈ. അതുകൊണ്ടല്ലേ ഞാൻ ജഡ്ജ് ചെയ്യുന്നത്. ആ ഒരു അറിവ് എനിക്കുണ്ട്. ഈ അറിവ് വെച്ച് തന്നെ ന്യായം വിധിക്കും. അവനോട് പറയുക, ഈ അറിവ് വെച്ച് നിന്നോട് ന്യായം വിധിക്കും. എന്നിട്ട് താഴെ പറയുക, അവനെ ന്യായം വിധിക്കുന്നതിന് രണ്ടാമത്തെ കാരണം, ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. രണ്ട് കാരണങ്ങൾ അവിടെ പറയുന്നത്. ഒന്ന്,
ഇത് തെറ്റാണെന്നുള്ള ബോധ്യം നിനക്കുണ്ട്. ഇതാരെ കുറിച്ച് പറയുന്നറിയോ? നല്ല ധാർമ്മിക ബോധവും നല്ല ജീവിതവും വകതിരിവും വേർതിരിവും അല്ലെങ്കിൽ നല്ല തിരിച്ചറിവുമുള്ള ജനങ്ങളെ കുറിച്ച് നോക്കി പറയുകയാണ്. നിങ്ങളും ദൈവത്തിന്റെ കോപത്തിന്റെ കീഴിലെ. കാരണം പ്രത്യേകിച്ച് യഹൂദനോടുള്ള ബന്ധത്തിൽ അന്യനെ വിധിക്കുന്ന നീ നിന്നെ തന്നെ വിധിക്കുന്നു. കാരണം ആ വക നീ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. നാം ചിന്തിച്ചോണം, നമ്മൾ അങ്ങനെയുണ്ടോ? ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നതാണ്, ഈ വക പ്രവർത്തിക്കുന്ന അങ്ങനെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റിയെന്ന് നനയ്ക്കുന്നുണ്ടോ? ഡു യു തിങ്ക് ദാറ്റ് യു വിൽ ബി എസ്കേപ്പിംഗ് ഫ്രം ഹിം? നമ്മളുള്ള കൊള്ളരുതായ്മയൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. ചർച്ച വന്നിരുന്നിട്ട് ഇരുന്നൊക്കെ ഒന്നിരുന്ന് നോക്കിയിട്ട് കൈയൊക്കെ നടിച്ചു നോക്കും, കൈ അടിയാനൊക്കെ പറ്റുന്നുണ്ട്, ആഗ്രഹമൊക്കെ ഉണ്ട്. പ്രാർത്ഥിച്ചു നോക്കും, പ്രാർത്ഥന വരുന്നുണ്ട്, പാട്ട് വരുന്നുണ്ട്, കുറെ കഴിയുമ്പോൾ അന്യഭാഷയും വരുന്നുണ്ട്. ഓക്കെ, റെഡി, ആത്മാവുണ്ട്. ഞാൻ തമാശ പറഞ്ഞല്ല, അങ്ങനെയല്ലേ? അടുത്ത ആഴ്ചയും കഴിഞ്ഞു പോയിട്ട് നമ്മൾ തോന്നിയ വഴിക്കൊക്കെ നടന്നിട്ട് അവളെ പാപം ചെയ്യുന്ന അടുത്ത വെള്ളിയാഴ്ചയും വരും, ഒന്ന് കൈയടിച്ചു നോക്കും, പ്രവചനം വരുന്നുണ്ട്, അന്യഭാഷ പറയാൻ വരുന്നുണ്ട്. ഓക്കെ, ആത്മാവുണ്ട്. ഹിന്ദിക്കാർക്കറിയാം, ചലേഗ ചലേഗ നഹി ചലേഗ. ഈ ചലേഗ ആറ്റിറ്റ്യൂഡ് നഹി ചലേഗ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ദിവസം പിടിക്കപ്പെടും പ്രിയരെ. ചിലപ്പം ഈ ജീവിതത്തിൽ തന്നെ പിടിക്കപ്പെട്ടില്ലെന്ന് വരും, പക്ഷെ അന്ത്യനാളിൽ നമ്മൾ പിടിക്കും. അവിടെ നെല്ലും പതിരും മാറ്റുമ്പോൾ അതിനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയരെ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കർത്താവേ, ഞാൻ എന്നിലേക്ക് തന്നെ ഒന്ന് സാദത്തിൽ ജീവിക്കുന്നു എന്നുള്ളതിന്റെ അളവുതോത് കർത്താവേ, ഞാൻ ദൈവ സാന്നിധ്യത്തിലാണോ ഇന്നും ജീവിക്കുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം അല്ലെങ്കിൽ ആ വിശ്വാസം എന്നിൽ നിന്നുമുണ്ടോ? എന്റെ പ്രവൃത്തികൾ വിശ്വാസത്തിൽ നിന്ന് വരുന്നതാണോ? ഹല്ലേലൂയ. എന്റെ കർത്താവേ, ഞാൻ എന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എന്നെ എന്റെ ഉള്ളങ്ങളിൽ നെടുക്കാതിരുന്നത് എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കേണ്ടതിന് പകരം കർത്താവെ, എന്റെ ശാഠ്യത്തില് എന്റെ ഹൃദയകാഠിന്യത്തില് ഞാൻ ദൈവത്തിന്റെ ന്യായവിധിക്കായി എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണോ കർത്താവെ? ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ കരുണ കൊണ്ടാട്ടോ, കർത്താവിന്റെ സ്നേഹം കൊണ്ടാ ഇത്രയൊക്കെ ആയിട്ടും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ നിന്ന് എടുക്കാത്തത്. ഹല്ലേലൂയ. കർത്താവ് ദീർഘക്ഷമ നമ്മളോട് കാണിക്കുന്നതേ ഉള്ളൂ. ഇന്ന് രാത്രിയിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. കർത്താവെ, അങ്ങനെ ഞാൻ എന്നെ തന്നെ വഞ്ചിച്ചുകൊണ്ടായിരിക്കുന്നതെങ്കിൽ, എന്നെ തന്നെ ഞാൻ ചതിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ എന്റെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണേ. എനിക്കൊരു തീരുമാനം എടുക്കാനുള്ള കൃപ തരണേ. തീരുമാനം എടുത്ത് എനിക്ക് മാറാനായിട്ട്. നമ്മുടെ കർത്താവ് ചതഞ്ഞ ഓട ഒടിക്കുന്നവനല്ല, എരിയുന്ന തിരി കെടുത്തുന്നവനല്ല. നിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, നിന്റെ ഉള്ളിൽ ഒരു തീരുമാനമുണ്ടെങ്കിൽ നിന്നെ തിരികെ കൊണ്ടുവരുവാൻ, നിന്നെ റിസ്റ്റോർ ചെയ്യുവാൻ ശക്തനും ബലവാനും കരുണാമയനും മനസ്സിലുള്ളവനുമായ കർത്താവ് നമ്മുടെ കർത്താവ്. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനത്തിന്റെ മുൻപിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മളെ ബലപ്പെടുത്താം.